In the name of the Father, the Son, and the Holy Spirit. Amen. I read to you from the Gospel of St. Luke, chapter 2, verse 52. And Jesus grew in wisdom and in years and in divine and human favor. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. കർത്താവിൽ പ്രിയരെ, ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹീതമായ സന്തോഷം നിറഞ്ഞ ഒരു പുതിയ മാസം ഞാൻ ആശംസിക്കട്ടെ. സെൻറ്റ് ജോൺസ് മാർത്തമ്മ ഇടവയിൽ വീണ്ടും വരുവാനൊക്കെ ഇടയായി തീർന്നതിൽ എൻ്റെ സന്തോഷവും ഞാൻ ഈ അവസരം അറിയിക്കുന്നു. ഈ ഇടവയെ പ്രതിനിധീകരിച്ച് പ്രിയപ്പെട്ട അച്ഛൻ നൽകിയതായിട്ടുള്ള സ്വാഗതത്തിനും പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എൻ്റെ നന്ദി ഞാൻ ഈ അവസരം അറിയിക്കുന്നു. The youth members of the church, they gave a special number, and I want to thank them for the same. And also I take this opportunity to thank the members of the choir for singing a beautiful hymn at the time of the offertory collection. ഇന്ന് സഭയായി വിദ്യാഭ്യാസ ദിനമായിട്ട് അവതരിച്ചിരിക്കുന്ന ദിവസമാണ്, എഡ്യൂക്കേഷൻ ഡേ. Why do we send our children to schools and colleges? I know that there will be different answers from the members of the church. Is it for them to find a career in their life? Is it for them to amass wealth, to have good status in society, and also in positions of power and authority? വേദപുസ്തകം നമ്മോട് പറയുന്നു, നമ്മളുടെ പൈതങ്ങൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വരണം എന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? രണ്ട് കാര്യങ്ങൾ പറയുന്നതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ തുനിയട്ടെ. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് വേദപുസ്തകം ഉണ്ടായിരിക്കണം. അതവർ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതല്ല പ്രാക്ടീസ് അവർക്ക് നൽകണം. ഏത് പ്രായത്തിലായാലും ഏത് സമയത്താണെങ്കിലും എത്ര സമയമില്ല എന്ന് പറയുന്നതായുള്ള വേളയിലാണെങ്കിലും നീ എന്നെ വേദപുസ്തകം വായിച്ചോ എന്ന് ചോദിക്കുന്നതല്ല മാതാപിതാക്കളുണ്ടാവണം. രണ്ട്, നമ്മളുടെ കുഞ്ഞുങ്ങളെല്ലാം പള്ളിയിൽ കൊണ്ടുവരണം. സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ അയക്കുന്നതായ കുറേ മാതാപിതാക്കളുണ്ട് എന്നത് എനിക്കറിയാം. പോരാ, സൺഡേ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെ അവർ പള്ളിയിൽ വരണം. സൺഡേ സ്കൂൾ അധ്യാപകരും കുഞ്ഞുങ്ങളും പള്ളിയിൽ വന്ന് സംബന്ധിക്കുന്നതായുള്ള രീതി നമ്മുടെ ഇടയിലുണ്ടാവണം. ഞാൻ ഇന്ന് സെൻറ്റ് ജോൺസ് മാർത്തമ്മ ഇടവയിലായിരിക്കുന്ന അവസരത്തിൽ പ്രായം ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഇല്ല എന്നെനിക്കറിയാം. which means we are in a transition from the first generation to second or third or fourth generation. In a transition. Is our mind set for that transition? ഞാനതുകൊണ്ട് പറയട്ടെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഈ ബർത്ത്ഡേയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെയും ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ഇടയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം മുമ്പോട്ട് വന്ന് മുട്ടുകുത്താനായിട്ട് പറയണം. ബിജു പി സൈമൺ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും വേണം. ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് വി ആർ ഇൻവെസ്റ്റിംഗ് ഓൺ അവർ ചിൽഡ്രൻ. This church belongs to the children.
1892 അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 18 വയസ്സുള്ളതായുള്ളൊരു യുവാവ് പഠിക്കുന്നതിനായിട്ട് ചേർന്നു. ഹി വാസ് ആൻ ഓർഫൻ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഫീസൊക്കെ കൊടുക്കുന്നതിനായിട്ട് സാധിച്ചില്ല. എന്തു ചെയ്യും? ഫീസ് കൊടുക്കാതെ പഠിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ കൂട്ടുകാരോട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലുള്ള മറ്റുള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കി അവരെല്ലാം കൊണ്ട് ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, നമുക്കൊരു നല്ല മ്യൂസിക് കൺസേർട്ട് നടത്താം. ടിക്കറ്റ് വെച്ച് ആളുകൾക്ക് പ്രവേശനം നൽകാം. ആ കൺസേർട്ട് കൂടുതൽ അട്രാക്റ്റീവായി തീരുവാനൊക്കെ പോളണ്ടിലെ പിയാനിസ്റ്റ് ആയിരുന്ന ലെഗസി ജെ പാഡെരസ്വിയെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ ഉദ്യമം ഇതാണ്, ഫണ്ട് റേസിംഗ് ആണ്. അങ്ങ് വരികയാണെങ്കിൽ we will give you $2,000. The concert went very well, but they couldn't collect adequate funds. They got only £1,600. $600. What will they do? They had to give 2,000 to the invited guest. കയ്യിലുള്ളത് കൊടുക്കാൻ തീരുമാനിച്ചു. ബാക്കി $400 പിന്നീട് കളക്ട് ചെയ്ത് തരാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിലത് കൊടുത്തതായിട്ടുള്ള അവസരത്തിൽ ഈ പിയാനിസ്റ്റ് ലെഗസി ജെ പാഡെരവസ്കി പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് റേസിങ് നിങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. മടക്കി കൊടുത്തു. അവർക്ക് വളരെ സന്തോഷമായ ഒരു നന്നായിട്ട് പഠിച്ചു ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുവാനൊക്കെ ഇടയായിട്ട് തീരുകയും ചെയ്തു. ഈ അവസരം ഈ പിയാനിസ്റ്റ് ചീഫ് ഗസ്റ്റായിട്ട് വന്നതായിട്ടുള്ള ആളെ പോളണ്ടിലെ ചീഫ് മിനിസ്റ്ററായി. And there was a great starvation and he wanted food. He decided to contact the people and the department in the USA so that some food will be given to the people in Poland. So he contacted the Food and Relief Administration, wrote a letter, and the letter was honored. As a result, food was given to the people in Poland, and they could come out of the starvation. And this chief minister wanted to personally thank the director of the Food and Relief Administration. So he went over there. But the director didn't allow this pianist to speak a word. Instead, he started saying, thanking this person for what he did while he and his friends were students in Stanford University. He said, I am one of the students. You gave me money, we studied, and therefore we have become director of this Food and Relief Administration. And as a result, we are able to help you out while your people are starving. And the history says that this particular person by name Herbert Hoover, he became the President of America later on. What is the purpose of education? The purpose of education is to be wise enough to understand the needs of the other people, to be kind and merciful,
You all know about Surya Krishnamurti, who has written several books. He said, culture is the concern for others. Culture is the concern for others. So what is knowledge and what is wisdom? You might say that knowledge is an understanding of several facts. We become knowledgeable. Wisdom is the ability to use that knowledge and act upon knowledge for the best end. What is good for the other, what is good for the larger society. Wisdom begins with humility. I want to tell you straight away that we cannot exhaust God by our understanding. We are all wise people. We are all knowledgeable people. We cannot exhaust God by our understanding. If you think that you can understand God, then that God is not a God. Then how do we understand God? We understand God because He relates Himself to us and our forefathers. When Moses was drawn from the wilderness to the burning bush, we read that in the 3rd chapter of Exodus. God spoke to Moses that I want to send you out into Egypt to deliver my people. Moses knew Egypt very well. He knew the palace and the Pharaoh, everybody over there. So he said, when I go to the people, they may ask the question, who did send you here? And what shall I answer? God said, I am who I am. എന്നാ മനസ്സിലായി? ഞാൻ ഈ വാക്യമൊക്കെ പറഞ്ഞപ്പോൾ തലകുലിക്കാതൊക്കെ പറഞ്ഞതായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാ മനസ്സിലായി? മോശ ഇത് തന്നെ ദൈവത്തെ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും രക്ഷയില്ല, അവിടെ ചെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നുള്ളവൻ നിന്നെ അവിടേക്ക് അയച്ചിരിക്കുന്നു എന്ന് അവർ പറയുക. They understood that. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ കുടുംബത്തിൽ ലഭ്യമായിട്ട് തീരുവാൻ സാധിക്കും. In the Maraman Convention, for the concluding talk, I said we should have God talk in our families. എന്നാ എൻ്റെ അർത്ഥം? ദൈവം നടത്തിയതായുള്ള വഴികളെക്കുറിച്ചും വിധങ്ങളെക്കുറിച്ചും ഒരുമിച്ചിരുന്ന് മക്കളോടും കൊച്ചുമക്കളോടും പറയണം. ഇതാണ് അർത്ഥം. We are very reluctant to do that. We send our children to Sunday school, let the Sunday school teachers teach them. I want to tell you that our home is the first Sunday school. Our parents are the first Sunday school teachers. Then only comes the Sunday school of the parish and the teachers therein. Our home is the first Sunday school. And that's the main reason why I said we should have God talk in our families. We talk so many other things. Are we able to sit together, pray together, eat together, and tell our younger ones how the Lord was kind and merciful to each one of the family?
how He delivers us, how He is able to lead us every day. നമുക്കൊക്കെ ഒത്തിരി ബുദ്ധിയുണ്ട്. And we are rational beings, no doubt about it. എന്നാൽ ഈ റീസണെ എല്ലാം മറികടക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ദൈവം തരുന്നതാണ്. ദൈവം തരുന്ന ഈ അനുഭവങ്ങളെ മനസ്സിലാക്കി മക്കളോടും കൊച്ചുമക്കളോടും പറയുവാനായിട്ടുള്ള വിനയവും ഓപ്പൺനെസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടാവണം. A university professor, he visited a Zen Buddhist and asked him, I want to learn about enlightenment. Those who know about Buddhism will understand the words I have used here. So he called the professor for a cup of tea. And he started pouring the tea into the cup. It was full. Even then he was pouring the tea. It overflowed. It went into the saucer. And there was a time when the professor had to intervene and tell the Zen Buddhist, this is overflowing, stop. The Zen Buddhist said, you want to learn about enlightenment, right? If you want to learn enlightenment, the first thing that you need to learn is that you need to empty your cup. Your cup is now full of so many things that you know of. You are self-possessed. Empty it. ഈ മോശയെ വിളിച്ച അവസരത്തിൽ ദൈവം എന്തിനാ ഈ മോശയോട് നിന്റെ കാലിലെ ചെരുപ്പ് ഊരിക്കളയാനായിട്ട് പറഞ്ഞത്? That is your protection. Leave it. I am going to protect you. I am going to lead you. I am going to guide you. ഈ ഫറോൻ്റെ അടുത്ത് നിന്നപ്പോൾ വടി താഴെ ഇടാൻ പറഞ്ഞില്ല. എന്തിനാ വടി താഴെ ഇട്ടത്? The one that is helping you to walk, put it down. I am going to hold on to your hands. ഇത് റീസണ് പറഞ്ഞു തരാൻ എടുക്കുകയില്ല. This is a mystery, this is a wonder, and this is where the worship begins. Dr. Rowan Williams, the former Archbishop of Canterbury, he said, true wisdom does not lie in knowing more, but in loving more. Not in knowing more, but in loving more. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാളുടെ ചോദ്യം ഇതായിരിക്കും, ഡു യു ലവ് മീ? കോണ്ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്കറിയാം, ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല. That's a question. Do you love me? We all agree that our children know more than what we know. ഒരു പ്രായം ചെന്ന അമ്മ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ താഴോട്ട് സ്റ്റെപ്പുകളാണ്. എനിക്ക് ആ സ്റ്റെപ്പ് ഉടനെ ഇറങ്ങാനായിട്ട് കഴിയാത്തത് കൊണ്ട് ഊന്നുമടിയുമായിട്ട് അവർ ആ ആദ്യത്തെ സ്റ്റെപ്പിൽ അവിടെ ആ പടിയിലിരുന്നു. അപ്പോൾ വളരെ ധൃതിയിൽ താഴേക്ക് ഓടിപ്പോകുന്നതല്ല കുഞ്ഞുങ്ങൾ. അവർക്ക് വളരെ വേഗത്തിൽ പോകാം. അവർക്ക് ഇതൊക്കെ രസമാണ്, ഈ സ്റ്റെപ്പുകളൊക്കെ നല്ല തമാശ. അവരിങ്ങോട്ട് മുമ്പോട്ട് വന്ന അവസ്ഥയിൽ ഒരുത്തിൻ്റെ കാല് തട്ടി ഈ അമ്മയുടെ കയ്യിലിരുന്നതല്ല വടിയും കൂടെ താഴോട്ട് പോയി. അപ്പോൾ അത് നല്ല ശബ്ദത്തിൽ ഇങ്ങനെ താഴോട്ട് ഉരുണ്ടു. പിള്ളേരങ്ങ് താഴെ ചെന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞിന് തോന്നി, ചേട്ടാ ഇത് മോശമാണല്ലോ, ഈ ഊന്നുമടി അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തില്ല, പിന്നെ അമ്മ എങ്ങനെ താഴോട്ടിറങ്ങുന്നു? അതുകൊണ്ട് അവനതെടുത്ത് സ്റ്റെപ്പ് കയറി അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. അമ്മ ദേഷ്യപ്പെട്ടില്ല.
അമ്മ അവനോട് ചോദിച്ചതായിട്ടുള്ള ചോദ്യം, സൺ, ഡു യു ലവ് മൈ ജീസസ്? ഡു യു ലവ് മൈ ജീസസ്? നമുക്ക് ദേഷ്യം വരുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരല്പം കൂടി സ്നേഹം കാണിക്കാൻ സാധിക്കും. കൈപ്പേറിയതാണ് ഈ പാനപാത്രം, കുടിച്ചേ വെക്കുള്ളൂ. കുരിശെടുക്കാതെ അവനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ യേശുവിനെ വളർത്തിയതായിട്ടുള്ള മാതാപിതാക്കൾ നസ്രയത്തിൽ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, 12 വയസ്സ് വരെ യേശുവിനെ നസ്രയത്തിൽ തന്നെയാണ് വളർത്തിയത്. അപ്പോൾ പഠിപ്പിച്ചതായുള്ള കാര്യങ്ങളെല്ലാം 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന അവസരത്തിൽ ഈ ഉപദേഷ്ടാക്കന്മാരുടെയൊക്കെ നടുവിലിരുന്നുകൊണ്ട് യേശു പറയുന്നതിനായിട്ടൊക്കെ ശ്രമിക്കുന്നത്, കേൾക്കുന്നതിനായിട്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നതിനായിട്ട്, ചോദിക്കുന്നതിനായിട്ടൊക്കെ സമയമെടുത്തതായിട്ടുള്ള അവസരമാണ്. അപ്പോഴാണ് ഈ ജോസഫും മറിയയും പൈതലിനെ കാണാതെ തിരിച്ചു പോകുന്നുണ്ട്. 3-ാം ദിവസമാണ് യേശുവിനെ കണ്ടെത്തുന്നത്. എവിടെ? പള്ളിയിൽ. നിൻ്റെ അപ്പനോടും എന്നോടും എന്തിനാണ് ഇത് ചെയ്തത് എന്നാണ് അമ്മ ചോദിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ മറു ചോദ്യമുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ എന്നറിയുന്നില്ല. I should be in my father's house. പിന്നെ നമ്മൾ വായിക്കുന്നത് യേശു അവിടെ നിന്ന് എഴുന്നേറ്റ് അവരോട് കൂടെ നസ്രയത്തിൽ പോയി അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നതാണ്. Yielded. A God-centered home shapes God-centered minds. നസ്രയത്തിലെ ഭവനത്തിൽ ലഭിച്ചതായുള്ള അഭ്യസനം, മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചതായുള്ള കാര്യങ്ങൾ, സെനഗോഗിൽ പഠിച്ചതായുള്ള കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് എത്തിയിരിക്കുകയാണ്. N.T. റൈറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ചിന്തകൻ തൻ്റെ ആഫ്റ്റർ യു ബിലീവ് എന്നുള്ള പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഗോഡ്സ് ജനറോസിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ഹ്യൂമൻ മെറിറ്റ് but by divine abundance. ഭയത്തോടും വിറയലോടും കൂടിയാണ് ദൈവസന്നിധിയിൽ നമുക്ക് വരുവാനായിട്ട് ഇടയാവുന്നത്. അങ്ങനെ ആയിരിക്കണം. ബിക്കോസ് ഹി ഈസ് സോ ഗ്രേറ്റ്. അതുകൊണ്ടാണ് വർഷിപ്പ് അർത്ഥവത്തായിട്ട് തീരുന്നത്, മഹോന്നതനായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുവാനിടയായിട്ട് തീരുന്നത്. എന്നാൽ ഈ ആരാധന നമ്മെ ദൈവിക പരിജ്ഞാനമുള്ളവരാക്കി തീർക്കണം. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളെ നോക്കിക്കാണുവാനായിട്ട് നമ്മെ സഹായിക്കണം. Mother Teresa, as we very well know, she had a good career in a convent school. But when she understood the pathetic situation of the poorest of the poor, she decided to walk out of the school. She didn't have much to carry. ഉടുത്തിരിക്കുന്നതായിട്ടുള്ള വസ്ത്രം അല്ലാതെ വേറെ ഒരു വസ്ത്രമുണ്ട്, ഒരു ജോഡിയും കൂടി എടുത്ത് ഒരു ബക്കറ്റുമായിട്ട് ഇറങ്ങുന്നത്, 5 രൂപയും കയ്യിലുണ്ട്, ഇത്രയേ ഉള്ളൂ. Can such a person find a living in this world? മദർ തെരേസായ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നതായുള്ള അവസരത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് അമേരിക്കയിലെ പ്രസിഡന്റും പറയാണ്, അമ്മയ്ക്ക് ജീവൻ നൽകണം, ഞങ്ങൾ ആരെ വേണേൽ അയച്ചു തരാം, ഏത് ഡോക്ടറെ വേണേൽ അയച്ചു തരാം, വി വോണ്ട് ഹെർ ടു ലിവ്. സോ ഹൂ ഈസ് ഗ്രേറ്റ്? The one who washed the feet of the poorest of the poor has become great in the sight of the President of America and President of Russia.
തൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സിനോട് മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു: അവരേത് മതത്തിൽപ്പെട്ട ആളുകളുമായിക്കൊള്ളട്ടെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓരോരുത്തരെയും ശുശ്രൂഷിക്കുമ്പോൾ യേശുവിനെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. കാളികെട്ടിലുള്ള ഭവനത്തിൽ ഈ മൃതപ്രായരായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്നതായുള്ള ഭവനമാണ്. അവിടെ അമ്മ ഇങ്ങനെ ഒരു രോഗിയെ പരിചരിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു സ്പൂൺ താഴെ വീഴുന്നതായുള്ള ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ തൻ്റെ കൂടെയുള്ള സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ താഴെ പോയത്. സൂപ്പ് കൊടുക്കാനായിട്ട് പോയതാണ്. ആ സ്പൂണാണ് താഴെ പോയത്. ഉടനെ അമ്മ തിരിഞ്ഞ് ആ സിസ്റ്ററിനോട് ചോദിച്ചു, "Didn't I tell you that you are serving God? And why did this happen?" ഈ വിശുദ്ധ കുർബാനയിൽ അവിടെ വെച്ചിരിക്കുന്നതായ സ്പൂൺ താഴെ വീഴുന്നതിനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി വിശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് കുർബാന എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള ശുശ്രൂഷയും അതുപോലെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം. In every other person that we see, we need to see the one who incarnated to become a human, Jesus. Grow holistically through education, bodily, spiritually, mentally. Grow holistically. I would say that Ida Scudder is an example. She never wanted to become a doctor. Never. Never ever. She came to visit her parents who were working over there in Katpadi. And that night when she was at home, 3 persons came. പ്രസവം എടുക്കുവാനായിട്ട് ഒരാളെ വേണം. ഡോക്ടർ പറഞ്ഞു, ഞാൻ വരാം. വേണ്ട, യു ആർ എ മെയിൽ. ഐഡയെ അയക്കാമോ? ഐഡ പറഞ്ഞു, എനിക്ക് പരിചയമൊന്നുമില്ല. The next day morning, she found 3 dead bodies being carried to the cremation ground. All because there was no lady doctor in Velu. And that triggered. She heard the call of God. She decided that I will go and study medicine and come back here to do the service. And we know the whole story. I am not elaborating it. Because of her, Ida Scudder, a college was started where lady doctors were trained, nurses were trained. Now it has become a good medical college, well known all over the world. And let me tell you, അവിടെ ഒരു കൊച്ചു ചാപ്പലുണ്ട് ആ കോളേജിൽ. ഐഡ സ്കഡറിൻ്റെ പ്രായമേറിയതായിട്ടുള്ള അവസരത്തിലും അവിടെ ഒരു കസേര വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. For her, that was a house of God. ദൈവത്തിൻ്റെ ഭവനമാണ് മെഡിക്കൽ കോളേജ്. ട്രെയിൻഡ് ആകുന്ന ആളുകൾ, ട്രെയിൻ ചെയ്യുന്നതായുള്ള ആളുകൾ, രോഗികൾ. ദിസ് ഈസ് ദ ഹൗസ് ഓഫ് ഗാഡ്. Why do we send our children for education?
That's the question with which I started. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വരുവാനായി. ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കണം. ദൈവം നൽകിയിരിക്കുന്ന ഈ ലോകത്തിൽ കൃപയോടുകൂടി പ്രവർത്തിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. ദൈവമേ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കൊച്ചുമക്കളെ ഈ ദൈവകൃപയിൽ മുതിർന്നു വരുവാൻ തക്കവണ്ണം വളർത്തുന്നതിന് ആവശ്യമായ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. The schools and colleges where we can send our children, they all earn good degrees and they all earn good career in their life. And they are all placed in different higher positions than anyone else in this society. You know that very well. And will they be people with God, living with the grace of God? അങ്ങനെ ആയിത്തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. I love the young people in this church. You live in this world not simply to get a life career. You live in this world to understand the will of God and to do service for humankind in space and in time, so that God's kingdom will be established, where God will be the Heavenly Father for everyone, and we will be brothers and sisters to one another. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു ശിശുവായിട്ട് ജനിച്ച് വളർന്നു വന്നതായുള്ള സാഹചര്യത്തെക്കുറിച്ചൊക്കെ തിരുവനന്തപുരത്തൂടെ വായിക്കുവാൻ ഞങ്ങൾക്കിടയായിട്ട് തീരുന്നുവല്ലോ. 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്ന് വിദേശക്കന്മാർ നടുവിലിരുന്ന് ദൈവിക സത്യങ്ങളെ ആരാഞ്ഞറിയുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടതായിട്ടുള്ള കർത്താവേ, ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൊച്ചുമക്കളും ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് മാനിച്ച് ധ്യാനിച്ച് ദൈവിക കൃപയിൽ മുതിർന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്നല്ല, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം ദൈവനാമഹത്വത്തിനായിട്ടും അനേകരുടെ അനുഗ്രഹത്തിനായിട്ടും വിനിയോഗിക്കാനായിട്ടുള്ളതാകുന്നുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.